കെ മുരളീധരൻ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള പുഴയോരം ഫുഡ് കോർട്ടിൻ്റെ ഒരു മാസത്തെ വരുമാനമായ 21 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിലേക്കായാണ് തുക മന്ത്രി വി.എൻ. വാസവന് കൈമാറിയത്. വൈക്കം തലോലപ്പറമ്പ് റോഡിലെ ആറ്റുതീര ഭക്ഷണശാലയായ പുഴയോരം ഫുഡ് കോർട്ടിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ വി.കെ.എം. ഗ്രൂപ്പ് ചെയർമാൻ വി.കെ. മുരളീധരൻ, ഭാര്യ ഇന്ദു മുരളീധരൻ, മകൻ നിധിൻ മുരളീധരൻ എന്നിവർ ചേർന്നാണ് 21 ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി വി.എൻ. വാസവന് കൈമാറിയത്. വയനാട് ദുരന്തത്തിൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായി മാറിയ സഹജീവികളെ മികച്ച നിലയിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള യത്നത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിനായാണ് തുക സംഭാവന ചെയ്തത്. കഴിഞ്ഞ ജൂലൈ 23-ാം തീയതി മുതൽ ഈ മാസം 23-ാം തീയതി വരെ പുഴയോരം ഫുഡ് കോർട്ടിൽ ലഭിച്ച ആകെ വരുമാനമായ 21 ലക്ഷം രൂപ ബിൽ സഹിതമാണ് കൈമാറിയത്. ജീവനക്കാരുടെ ശമ്പളവും ഭക്ഷ്യവസ്തുക്കളുടെ ചിലവും വൈദ്യുതിയുമടക്കം ഒരു മാസത്തെ മുഴുവൻ ചിലവും സ്വന്തം പോക്കറ്റിൽ നിന്ന് വഹിച്ചാണ് മുഴുവൻ വരുമാനവും വി.കെ. മുരളീധരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ലോക കേരള സഭ അംഗവും അന്താരാഷ്ട്ര സീ ഫുഡ് എക്സ്പോർട്ടറുമായ വി.കെ. മുരളീധരൻ തൻ്റെ ഹോട്ടൽ വ്യവസായ ശൃംഖലയിലെ പ്രമുഖ ഹോട്ടലായ മുംബൈ റോയൽ റസോയിലെ ഒരു ദിവസത്തെ വരുമാനമടക്കം ദുരന്തബാധിതരെ സഹായിക്കുവാൻ സംഭാവന ചെയ്തിരുന്നു. വയനാട് ദൗത്യത്തിനു പുറമെ ജീവകാരുണ്യ സാമൂഹ്യ മേഖലയിലും ജന്മനാടിൻ്റെ വികസന രംഗത്തും വി.കെ. മുരളീധരൻ നേതൃത്വം നൽകുന്ന വി.കെ.എം. ഗ്രൂപ്പ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അത്യന്തം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് ചെക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. നടത്തിയ ഈ വഴിയോരം റെസ്റ്റോറൻറ്റിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ മുഴുവൻ വരുമാനങ്ങളും ഒരു പൈസ പോലും മറ്റ് ശമ്പളത്തിനോ മെറ്റീരിയൽസ് വാങ്ങാനോ മാറ്റിവെക്കാതെ അത് മുഴുവൻ വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ നടപടി അങ്ങേയറ്റം അഭിനന്ദനാപരമാണ്, മാതൃകാപരമാണ് എന്നെടുത്ത് ഞാൻ ശ്രമിക്കുന്നു. ഇതിന് മുമ്പ് ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം പലരും ഹോട്ടലുകളിൽ വരുമാനമൊക്കെ കൊടുത്തെങ്കിൽ അത് ഓരോ ദിവസത്തെയും 2 ദിവസം ഒരാഴ്ച കൊടുത്തായിട്ടാണ് ഞാൻ വാർത്ത കണ്ടത്. പക്ഷെ ഒരു മാസത്തെ ഇത്രയധികം വരുമാനം 21 ലക്ഷം രൂപ മറ്റൊരു കാര്യത്തിനും എടുക്കാതെ അത് പൂർണ്ണമായി സ്വന്തം പോക്കറ്റിൽ നിന്ന് അവർക്ക് ജീവനക്കാർക്കും മെറ്റീരിയൽസ് വാങ്ങാനുള്ള പണം വേറെ കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എത്ര വലിയ എമൗണ്ടാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് വി.കെ. മുരളീധരൻ ഗ്രൂപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേറെ അഭിനന്ദനം. ഇതിലൂടെ മാത്രമല്ല, നമുക്കെല്ലാം അറിയാവുന്ന പോലെ മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോഴും കോവിഡ് വന്നപ്പോഴും അതുപോലെ മറ്റ് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാം അദ്ദേഹം ബോംബെയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും എല്ലാം. എങ്കിലും അദ്ദേഹം എല്ലായ്പ്പോഴും ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് ഊന്നിക്കൊണ്ട് ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് നാട്ടിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സംഭാവനകൾ ഏറ്റവും ശ്ലാഘനീയമാണ്, അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഒരു മാസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനുള്ള ദൗത്യത്തിൽ ആത്മാർത്ഥമായി സഹകരിച്ച് മുന്നിൽ നിന്ന പുഴയോരം ഫുഡ് കോർട്ടിലെ ജീവനക്കാരെ വി.കെ.എം. ഗ്രൂപ്പ് ചെയർമാൻ വി.കെ. മുരളീധരനും മന്ത്രി വി.എൻ. വാസവനും അഭിനന്ദിച്ചു. എസ്.എൻ. ബോർഡ് അംഗം വി.ഡി. രാജൻ, മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. പ്രീതി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ. സെൽവരാജ്, പി.വി. ഹരിക്കുട്ടൻ, കെ.ബി. രമ, തലോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എം. അനിൽകുമാർ, കീഴൂർ ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രൊഫസർ സി.എം. കുസുമൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.